നമ്മൾ നെറിയാട് ബീച്ചിലാണ്. ബീച്ച് കാണാൻ വന്നാലട്ടോ ഒരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ വന്ന സ്ഥിതിക്ക് ചുമ്മാ സൺസെറ്റ് ഒക്കെ ഒന്ന് കണ്ട് പീസ്ഫുൾ ആയിട്ട് പോകാന്ന് വിചാരിച്ചു. ഇവിടുത്തെ ബീച്ച് ടോട്ടൽ ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. പിന്നെ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ആദ്യം എടുത്ത വീഡിയോ ശരിയായില്ല പറഞ്ഞിട്ട് വീണ്ടും വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒളിച്ചിക്ക എന്താ ചെയ്യ പടച്ചോനെ. ബീച്ചിലെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓടിച്ചു പോയി. അപ്പത്തിന് രണ്ട് ചെക്കന്മാർ സൗണ്ട് ചെക്കൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിരിക്കും. ഞങ്ങൾ രണ്ടാളും പിന്നെ ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് മൈക്കൊക്കെ എടുത്ത് നേരെ കസര കയറിയിരുന്നു. നമ്മുടെ മണവാട്ടിനുണ്ട് കുറച്ച് പെൺകുട്ടികളെ കൂട്ടിയിട്ട് സ്റ്റേജിൽ കൊണ്ടിരുന്നു. അപ്പത്തിന് ചെക്കന്മാരെ കിട്ടില്ല ഡാൻസ്. പിള്ളേർ ചെറുതാണെങ്കിലും ഉണ്ടല്ലോ അമ്മാരി എനർജി ഉണ്ട്. നമ്മൾ നൈസായിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഒരു വീഡിയോ എടുത്തരാൻ പറഞ്ഞ പോലെ എടുത്തുന്ന വീഡിയോ എടുത്ത് നോക്കിയേ നന്നായിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മളെ പാട്ടാണെങ്കിൽ മറ്റേ സൈഡിൽ പിള്ളേർ ഡാൻസ്. പിള്ളേർ ഒരേ വട്ടം വരുമ്പോഴും വെറൈറ്റി കോസ്റ്റ്യൂമും വെറൈറ്റി സ്റ്റെപ്സും. എന്താ അല്ലേ. നമ്മുടെ സ്നേഹൻ ഈരാറ്റുപേട്ടയെന്നാണ് വരുന്നത്. പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആളൊരു പേട്ടാണെങ്കിലും ഉണ്ടല്ല സീന് സിംഗിങ് ആണ്. നമ്മുടെ വെഡിങ് പ്രോഗ്രാമിന് ആദ്യമായിട്ടുണ്ട് ഈ പിള്ളേരെ കൊണ്ടുവരുന്നത്. പിള്ളേർ ഒരു രക്ഷയില്ല. നമ്മൾ സോളൊക്കെ പാടി മട്ടത്തപ്പോൾ 2-3 ഡ്യൂവറ്റ്സ് ഒക്കെ പാടി. അതിന്റെ ഇടയ്ക്ക് സ്റ്റേജിൽ മധുരം കൊടുക്കലും പരിപാടിയിലൊക്കെ നല്ല തകൃതിയിട്ട് നടക്കുന്നുണ്ട്. ഒരു ബ്രേക്ക് കിട്ടി ഗാൻമോൾ അപ്പൊ ഗ്ലാമർ ഒക്കെ തുടങ്ങും. പിന്നെ മാത്രമല്ല വെറുതെ ഇരിക്കുന്നവരെ ചുമ്മാ ഡിസ്ട്രാക്ട് ചെയ്ത് വീഡിയോ എടുക്കലാണ് കുട്ടിയുടെ പ്രധാന ഹോബി. പിന്നെ എടുക്കുന്ന വീഡിയോ ഒക്കെ വ്ളോഗിൽ ഇടാലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ അതിനെ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. പിള്ളേരിലുണ്ട് നമുക്ക് നല്ല രീതിക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നിട്ടാ. അങ്ങനെ പ്രോഗ്രാം വേണ്ടി നല്ല കിട്ടില്ല നെയ്ച്ചോറും ബീഫ് ഒടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പൊ എന്തായാലും എല്ലാവരും അടുത്തൊരു വീഡിയോയിൽ കാണാട്ടാ. ബൈ.